നമസ്കാരം. 4K ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യ എന്ന മഹാരാജ്യം തന്റെ കാൽക്കീഴിലാക്കാൻ കച്ചകെട്ടിയിറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരന്തരം നേതാക്കളുടെ മേൽ ഓരോ ആരോപണങ്ങൾ അഴിച്ചുവിടുകയാണ്. പക്ഷേ ഇതൊക്കെ മോദിക്ക് നേരെ തന്നെ ഒരു ബൂമറാങ് പോലെ തിരിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴിതാ മോദിക്കെതിരെയും BJPക്കെതിരെയും വന്നിരിക്കുകയാണ് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ. മുൻകാലങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്തുണച്ചതിന് വോട്ടർമാരോട് മാപ്പ് പറഞ്ഞാണ് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ രംഗത്ത് വന്നിട്ടുള്ളത്. ഹട്കനഗലെ മണ്ഡലത്തിലെ സേനാ സ്ഥാനാർത്ഥി സത്യജിത് പാട്ടീലിനെ പിന്തുണച്ച് പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലെ കോലാപൂർ ജില്ലയിലെ ഇജൽകരഞ്ചയിൽ നടന്ന റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2019 തന്റെ സർക്കാർ വീണുപോയ സാഹചര്യങ്ങളെ കുറിച്ച് സംസാരിച്ച താക്കറെ ശിവസേന യഥാർത്ഥത്തിൽ ആരുടേതാണെന്ന് സുപ്രീം കോടതി ഇതുവരെ പ്രസ്താവിച്ചിട്ടില്ലെന്നും പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷനും മധ്യസ്ഥനും BJPയുടെ സേവകരാണ്. അവർ അവരുടെ വിധി പറഞ്ഞുവെന്നും ഉദ്ധവ് ആരോപിച്ചു. ഇപ്പോൾ പ്രധാനമന്ത്രി മോദി ഞങ്ങളെ വ്യാജ ശിവസേന എന്ന് വിളിക്കുമ്പോൾ അദ്ദേഹം കോടതിയിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് എന്നും താക്കറെ കൂട്ടിച്ചേർത്തു. BJPയുമായി കൈകോർക്കാൻ ആരും തയ്യാറാകാതിരുന്നപ്പോൾ ശിവസേനയുമായി സഖ്യമുണ്ടാക്കിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നിട്ടും കാവി പാർട്ടി എല്ലാം നൽകിയ ഒരു മനുഷ്യന്റെ സർക്കാരിനെ താഴെ ഇറക്കി. 2022 ജൂണിലെ തന്റെ സർക്കാരിന്റെ പതനത്തെ പരാമർശിച്ച് താക്കറെ വിശദീകരിച്ചു. നരേന്ദ്രമോദിക്ക് വേണ്ടി പണ്ട് വോട്ട് ചോദിച്ചതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ സർക്കാർ മഹാരാഷ്ട്രയെ വഞ്ചിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ശിവസേനയെ ഉപയോഗിച്ചുവെന്നും എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ BJP തന്ത്രം മെനയുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. നിങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശിവസേനയ്ക്കെതിരെ ഉപയോഗിച്ചു, എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചു. അതിനുള്ള പ്രതികാരം ചെയ്യാനാണ് ഞാൻ വന്നത് എന്നാണ് താക്കറെ പറഞ്ഞത്. 2019 BJPയുമായി ശിവസേന പിരിഞ്ഞത്. മഹാരാഷ്ട്ര സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി മോദി സംസ്ഥാനത്തിനായുള്ള പദ്ധതികളെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം തന്നെയും ഉദ്ധവ് താക്കറെയും വിമർശിക്കുകയാണെന്ന് റാലിയിൽ പങ്കെടുത്ത NCP അധ്യക്ഷൻ ശരത് പവാർ ആരോപിച്ചു. കേന്ദ്ര ഏജൻസികളെ കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുന്നുവെന്നും അഴിമതി കേസുകളിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെയും ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെയും അറസ്റ്റുകൾ ചൂണ്ടിക്കാട്ടി പവാർ കുറ്റപ്പെടുത്തി. കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാഹു ഛത്രപതിക്ക് വേണ്ടി കോലാപൂർ നഗരത്തിൽ നടന്ന റാലിയിലും താക്കറെയും പവാറും വേദി പങ്കിട്ടു. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സംസ്ഥാനങ്ങൾ സന്ദർശിക്കുമ്പോൾ രാജ്യത്തെക്കുറിച്ചാണ് സംസാരിച്ചതെന്നും ഇന്ദിരാഗാന്ധി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെ കുറിച്ചാണ് സംസാരിച്ചതെന്നും പവാർ പറഞ്ഞു. എന്നാൽ ഉദ്ധവ് താക്കറെയും ശരത് പവാറിനെയും ലക്ഷ്യം വെക്കുന്നത് വരെ ഈ പ്രധാനമന്ത്രിക്ക് വിശ്രമിക്കാനാവില്ല. എനിക്ക് മോദിയോട് പറയണം, എന്തായാലും നിങ്ങൾ ഞങ്ങളെ വിമർശിക്കുകയും സംസ്ഥാനവും രാജ്യവും നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ മറക്കുകയും ചെയ്യുന്നു. അതറിയുന്ന മഹാരാഷ്ട്രയിലെ ജനങ്ങൾ നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കുമെന്നും പവാർ കൂട്ടിച്ചേർത്തു. കടുത്ത വിമർശനമാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് മോദിക്കെതിരെ ഉയരുന്നത്. മഹാരാഷ്ട്രയിൽ വിജയം കൈവരിക്കുമെന്ന് ആവർത്തിച്ചു പറയുന്ന മോദിക്ക് അടുത്ത ദിവസങ്ങളിലായി തുടരെ തിരിച്ചടികളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മോദിയുടെ കള്ളത്തരങ്ങളും നുണപ്രചരണങ്ങളും മനസ്സിലാക്കിയ ജനങ്ങൾ ഒരിക്കലും മോദിയെ വീണ്ടും അധികാരത്തിലിരിക്കാൻ സമ്മതിക്കില്ല എന്നത് ഉറപ്പാണ്.